ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ മുകളിൽ ടെഫ്ലോൺ ഗ്ലാസ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെ സേഫ്റ്റി ആയിട്ട് ചെയ്യാമെന്നും, അതായത് ഭാവിയിലേക്ക് ആണെങ്കിലും വർഷങ്ങളോളം നിലനിൽക്കുന്ന രീതിയിൽ എങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തെ രീതിയിലൊക്കെ എങ്ങനെ ചെയ്യാമെന്നും അതിൻ്റെ ബേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ കൊടുക്കാമെന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത് കൊടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ നോക്കുക, ടെഫ്ലോൺ ഗ്ലാസ് ആണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം നമ്മൾ കൊടുത്തിരിക്കുന്നത് 8 ഗ്ലാസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതെല്ലാം തന്നെ ബീഡിങ് കാര്യങ്ങൾ ഇട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിൽ കണ്ട സിലിക്കോൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഒരു തുള്ളി വെള്ളം പോലും താഴേക്ക് ഇറങ്ങാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കോർണറാണ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം അതിൻ്റെ ബേസ് ഉറപ്പിച്ചിരിക്കുന്നത്. ബേസ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ആദ്യമേ തന്നെ ചെയ്യേണ്ട കാര്യം ഒന്നുണ്ട്, ഗ്ലാസ് ആവുമ്പോൾ എല്ലാം തന്നെ സ്പിരിറ്റ് ലെവലിൽ വേണം അതിൻ്റെ ഫ്രെയിം കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട്. കാരണം ചെറിയൊരു ബൾജിങ്ങോ അല്ലെങ്കിൽ ചെറിയൊരു ലെവൽ വ്യത്യാസമോ വന്നു കഴിഞ്ഞാൽ ഗ്ലാസ് ആയതുകൊണ്ട് പെട്ടെന്ന് വട്ടം പൊട്ടി പോകാനുള്ള ചാൻസ് കാര്യങ്ങൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും ശ്രദ്ധിച്ച് വേണം ഗ്ലാസിൻ്റെ വർക്ക് നമുക്ക് ചെയ്യാനായിട്ട്. ആദ്യമേ തന്നെ ചുമരിൻ്റെ താഴെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. കണ്ടോ, ഏറ്റവും താഴെ നമ്മൾ ട്യൂബാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ജിയുടെ ട്യൂബ് തന്നെ എല്ലാം ഉറപ്പിച്ചിരിക്കുന്നു. അതിനുശേഷം ബേസ്മെൻറ്റ് ഇട്ടിട്ട് എല്ലാ ഗ്ലാസ് ഈ പറയുന്ന മെറ്റലിൽ ടച്ച് ചെയ്യുന്ന സ്ഥലങ്ങളിലും ബീഡിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ബുഷ് പോലെയുള്ള സംവിധാനം, അല്ലെങ്കിൽ റബ്ബറിൻ്റെ ബുഷ് പോലെ വരുന്ന സംവിധാനങ്ങളാണ് നമ്മൾ ഈ ഗ്ലാസ് ഉറപ്പിച്ചിരിക്കുന്നത്. ഒരിക്കലും ഗ്ലാസ് ഫ്രീ ആയിട്ട് ഒരിക്കലും ഈ പറയുന്ന മെറ്റലിൽ ടച്ച് ചെയ്ത് നിൽക്കരുത്. എന്തെങ്കിലും ഒരു ബൾജിങ്ങോ കാര്യങ്ങളോ ലെവൽ വ്യത്യാസമോ വന്നു കഴിഞ്ഞാൽ ആ ഏരിയയിൽ പൊട്ടി പോകാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. ടെഫ്ലോൺ ഗ്ലാസ് ആയതുകൊണ്ട് വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏരിയ ചെറിയൊരു മുട്ടൽ കിട്ടിയാൽ മതി, മൊത്തം പൊടിഞ്ഞു പോകുന്ന അവസ്ഥയായിരിക്കും. പിന്നെ ഏറ്റവും എൻഡിലായിട്ട് നിങ്ങൾ കണ്ടോ, അതായത് ഗ്ലാസ് ഊർന്ന് പോരാതിരിക്കാൻ വേണ്ടി ഏറ്റവും ബേസിൽ നിന്നും 2 സ്ക്രൂ ടൈറ്റ് ചെയ്ത് ഒരു എൽ ക്ലാമ്പ് പോലെ ആ ക്ലാമ്പിലാണ് ഏറ്റവും എൻഡ് നിർത്തിയിരിക്കുന്നത്. ആ എൻഡ് ടച്ച് ചെയ്യുന്ന സ്ഥലങ്ങളിൽ തന്നെ നമുക്കവിടെ ഒരു ബീഡിങ്, റബ്ബറിൻ്റെ ബീഡിങ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 ഗ്ലാസുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ സിലിക്കോൺ ഇട്ട് ഉറപ്പിച്ചിരിക്കുന്നു. ഒരിക്കലും വെള്ളം അകത്തേക്ക് പോരാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്ലാസിൻ്റെ വർക്ക് നമ്മൾ ഗ്ലാസ് മെറ്റൽ ടച്ച് ചെയ്യാതെ, ഒരു ഏരിയയിൽ പോലും മെറ്റൽ ടച്ച് ചെയ്യാതെ വേണം ഗ്ലാസിൻ്റെ വർക്ക് ചെയ്യാനായിട്ട്. റബ്ബറിൻ്റെ ബീഡിങ് അല്ലെങ്കിൽ ഈ പറയുന്ന ബീഡിങ്ങുകൾ വെച്ച് ക്ലിയർ ചെയ്തിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് പോലും ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഫുൾ റബ്ബറിൻ്റെ ബീഡിങ്ങിൽ നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ, അതായത് എന്തെങ്കിലും ഒരു ബൾജിങ്ങോ അതുപോലെ തന്നെ വൈബ്രേഷനോ വന്നു കഴിഞ്ഞാൽ ഈ റബ്ബർ സപ്പോർട്ട് ചെയ്തോളും. അതിൻ്റെ അനുസരിച്ചിട്ട് റബ്ബർ അതിൻ്റെ അടിയിൽ കിടക്കുന്ന ബുഷ് സപ്പോർട്ട് ചെയ്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കണ്ടോ, ഏറ്റവും ടോപ്പിൽ വെള്ളം ഒരിക്കലും, അതായത് 3 സ്ഥലങ്ങളിൽ നിന്ന് 4 സൈഡുകളിൽ നിന്നും വരുന്ന കൂന പോലെ കൂട്ടി ക്ലിയർ ചെയ്തിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ ഏറ്റവും സ്ക്വയർ ആയിട്ട് തന്നെ ഒരു പീസ് തന്നെയാണ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വെള്ളം അകത്തേക്ക് പോരാത്ത രീതിയിലും അന്ന് ഈ പറയുന്ന പക്ഷികൾ അതിൻ്റെ ഉള്ളിൽ കൂട് കൂട്ടാത്ത രീതിയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്. പക്ഷികൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു ഏരിയ കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂട് കൂട്ടി എന്നും നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന മുകളിൽ ഒരൊറ്റ ഗ്ലാസ് കൊടുത്ത് അത് മൊത്തം ടൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അത്രയും ടെഫ്ലോൺ ഗ്ലാസ് അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് ഓരോ ഏരിയകളും ചെയ്യാനായിട്ട്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരിക്കലും ലെവൽ വ്യത്യാസം വരാതിരിക്കുക. ലെവൽ വ്യത്യാസം വന്നാൽ നമ്മൾ ഈ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഗ്ലാസ്സുകൾ ഓരോന്നായിട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ ലെവലാണ് ഏറ്റവും അധികം കറക്റ്റ് ചെയ്യേണ്ടത്. ഓരോ ഗ്ലാസ്സും നമ്മൾ മെറ്റലിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് അതെല്ലാം തന്നെ റബ്ബർ ബുഷ് ഇട്ട് വേണം ടച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ.